എല്ലാവരും ഞാനൊക്കെ വീട് വിട്ട് ഓടിപ്പോകുന്നെന്നുള്ള ഒരു ഭാഗം എപ്പോഴും പറയും. വീട്ടിലുള്ളതാണ്, കുടുംബമാണ്, ഭാര്യയും മക്കളുമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മനുഷ്യൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം പലരും ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയിട്ട്? അവനവനുമായിട്ടുള്ള ആ ബന്ധം അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതെന്താണ്, ജനിച്ച് വീണ കുട്ടികൾ തൊട്ടിട്ട് അച്ഛനമ്മമാരെന്ന് പറയുന്ന ആരും അവിടെ ഇല്ല. അവരെല്ലാം ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ റെപ്രസെൻറ്റേറ്റീവുമാരോ അല്ലെങ്കിൽ അവരുടെ ജോലി, അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ടാണ് അവർ നടക്കുന്നത്. അല്ലാതെ ആ വ്യക്തികളെന്ന് പറയുന്ന ഒരവസ്ഥ ആരിലുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പ്രോബ്ലംസും ബുദ്ധിമുട്ടും എന്നും ഹൈലൈറ്റഡ് ആയിട്ടുണ്ടായിട്ടിരിക്കുന്നത് എന്നുള്ളൊരു ഭാഗത്തു നിന്നാണ് ഇങ്ങനെയുള്ള പരസ്പരം ഒരു ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ, അതിൻ്റെ ഭാഗത്തേക്കുള്ള ശ്രദ്ധ വരാനും അതിലേക്ക് തിരിയാനുള്ള കാരണം ഇവിടെ എന്താണ്, ഇവിടെ ആരും തമ്മിൽ ഒന്നിനു വേണ്ടിയിട്ട് ഒരു ബന്ധവുമില്ല. എപ്പം വേണമെങ്കിലും ഇട്ടെറിഞ്ഞ് പോകാനുള്ള ബന്ധമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ളത് എപ്പോഴും പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കും. മറിച്ച് ഭാര്യയോ അച്ഛനോ അമ്മയോ കാമുകിമാരോ ആണെങ്കിൽ അവിടെ എപ്പോഴും ലിമിറ്റേഷൻ ഉണ്ടാവും. അത് അവരങ്ങനെ തന്നെയാണ് എന്നുള്ള കൺക്ലൂഷൻ വരും. ഇവിടെ അങ്ങനെ കൺക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ ആരെങ്കിലും ഒരാളുടെ പ്രവൃത്തിയിൽ ഞാൻ വിഷമിക്കണോ സങ്കടപ്പെടണോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാൻ പറ്റും. കാരണം എന്താ, ഇതെപ്പം വേണമെങ്കിലും വിട്ടുപോകണമെങ്കിൽ വിട്ടുപോവുക. കാരണം ഇത് പ്രത്യേകിച്ച് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ബന്ധമാണ്. പക്ഷെ മറ്റതൊന്നും അങ്ങനെയല്ല. മറ്റതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. നിങ്ങളെ വീടും നിങ്ങളുടെ റൂമും നിങ്ങളുടെ ഭാര്യയും മക്കളെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് ബുദ്ധിപരമായിട്ട് നിങ്ങൾ രോഗിയാവുക എന്നുള്ളതല്ലാതെ അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് പരിശോധിക്കാൻ പറ്റില്ല. കാരണം എന്താ, അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയ ബന്ധമല്ല, അത് നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങൾ ഹിന്ദുവായിട്ടിരിക്കുന്നതും മുസ്ലിമായിട്ടിരിക്കുന്നതും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. മറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമായി എന്നുള്ള ഭാഗം പരിശോധിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മതവും ഈ പറയുന്ന ജാതിയും ഈ കുടുംബത്തിനും ഒന്നുമല്ല ഇമ്പോർട്ടൻസ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ അവസ്ഥക്കാണ് ഇമ്പോർട്ടൻ്റ്. അതിൽ നിന്നാണ് പിന്നെ എന്തുണ്ടായി വരുന്നത്, കുടുംബവും എന്തെല്ലാമാണോ ഉണ്ടായി വരേണ്ടത് അതെല്ലാം ആ ശൂന്യത, ആ സീറോയിൽ നിന്നാണ്, നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്നാണ് എല്ലാ ബന്ധങ്ങളും. അവിടെ നമ്മൾ ബന്ധം ഉണ്ടാക്കണ്ട, ഉള്ള ബന്ധത്തിൽ വർക്ക് ചെയ്താൽ മതി.